ദിലീപിന് പ്രേക്ഷകർ സ്വീകരിക്കുന്നില്ലേ ഇപ്പോൾ? പ്രേക്ഷകർ സ്വീകരിക്കുന്നോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. കാരണം പ്രേക്ഷകർ സ്ത്രീകൾ സ്വീകരിക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ലേഡീസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ സമയം മോശമായിരിക്കും. ഈ സമയം മോശം വരുമ്പോഴാണല്ലോ ഈ ഇങ്ങനെയുള്ള കോടാലിക്കകത്തൊക്കെ ചെന്ന് കയറുന്നത്. ഈ കേസിനകത്തൊക്കെ പെട്ടുപോയത് തന്നെ പുള്ളിക്ക് അബദ്ധം പറ്റിപ്പോയതല്ലേ. കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പിന്നെ പൾസർ സുനിയെ പോയി എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയതാണല്ലോ ഇദ്ദേഹത്തിന് ഇപ്പം ഈ അവസ്ഥയിലേക്ക് വന്നത് ദിലീപ്. കാര്യം ഈ പൾസർ സുനിയെടുത്ത് ചിലപ്പം എന്തെങ്കിലും ഒന്ന് വിരട്ടാനങ്ങണം പറഞ്ഞിട്ടേ ഉള്ളായിരിക്കും ചിലപ്പം. അതിപ്പോൾ ഇവർ തമ്മിൽ എന്തൊക്കെയോ ഇൻറ്റേർണൽ പ്രശ്നങ്ങളുണ്ട്. മഞ്ജു വാര്യരുടെ പ്രശ്നങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ, ഇൻറ്റേർണലായിട്ട് എന്തൊക്കെയോ വിഷയങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ചിലപ്പം സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഡൈവേഴ്സൊക്കെ വന്നപ്പോഴത്തേക്ക് ചിലപ്പോൾ എന്തെങ്കിലും ചെറിയൊരു കാര്യം കൊണ്ട് പിന്നെ ദിലീപ് പറഞ്ഞാണ് എടാ ഒന്ന് വരട്ടണം എന്ന് പറയണം. അതാരാലും അങ്ങനെ ആയിപ്പോവും, ആർക്കാരും ഉണ്ടാകുന്നൊരു മാനസികാവസ്ഥ. പക്ഷെ അത് വെച്ചുകൊണ്ട് ഈ പൾസർ സുനി എന്ന് പറഞ്ഞാൽ പോയി വണ്ടിക്കകത്ത് പിടിച്ച് കയറ്റിക്കൊണ്ടുപോയി വല്ലാത്ത വൃത്തികേടുകൾ മൊത്തം ചെയ്ത് അവസാനം ഇതെല്ലാം ഈ പാവത്തിൻ്റെ തലയിലായി. അവസാനം ഏറ്റവും നല്ലൊരു ആർട്ടിസ്റ്റ്, ഇത്രയും നല്ലൊരു കൊമേഡിയൻ. കാര്യം എല്ലാം രണ്ട് വേഷങ്ങൾ. എത്രയോ സിനിമകൾ പണ്ട് കമലഹാസനെ അഭിനയിക്കുന്ന പോലെ എത്ര രണ്ട് വേഷങ്ങൾ. ആ കുഞ്ഞിക്കൂനൻ, കുറേ സിനിമകൾ, എത്ര സിനിമകളാണ് നല്ല രീതിയിൽ പുള്ളി അഭിനയിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇയാളുടെ കോമഡി. അങ്ങനെ കുറേ സിനിമകളിൽ നല്ല രീതിയിൽ കയറി വന്നൊരു കാര്യം. മമ്മൂട്ടിയും മോഹൻലാലും കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് മുകളിലായിരുന്നു പുള്ളി. മമ്മൂട്ടി മോഹൻലാൽ കഴിഞ്ഞാൽ സുരേഷ് ഗോപി ആയിരുന്നു മൂന്നാമത് തന്നെ. പക്ഷെ അതിന് മുകളിൽ പോയായിരുന്നു ദിലീപ്. ആ രീതിയിൽ വന്ന ഒരു നല്ലൊരു കലാകാരന്, എല്ലാം കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആർട്ടിസ്റ്റാണ്. അവസാനം ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു സിനിമകളും അങ്ങോട്ട് മറ്റേന്ന് പറഞ്ഞാൽ എല്ലാ സിനിമകളും മിനിമം ഗ്യാരണ്ടി ആയിരുന്നു. ഒരു സിനിമകളും പൊളിഞ്ഞായിട്ട് എനിക്കറിയത്തില്ല. പുള്ളിയുടെ ഏത് സിനിമ എടുത്ത് നോക്കിയാലും എല്ലാം ഹിറ്റാണ്. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥയിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ എന്താണെന്നൊരു പിടി. കേസ് ഇങ്ങനെ കിടക്കുന്നുകൊണ്ടാണോ? പിന്നെ അതുമാത്രമല്ല OTT ഒക്കെ എടുക്കാൻ ഭയങ്കര പാടാണ്. OTT എന്ന് പറഞ്ഞാൽ ഈ ആമസോണും നെറ്റ്ഫ്ലിക്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിൻ്റെ പേരിൽ കേസുണ്ടെങ്കിൽ അവരിത് എടുക്കാൻ ചാൻസ് വളരെ കുറവാണ്. അവർ കേസ് തീരാതെ നടക്കത്തില്ല. ക്രിമിനൽ കേസുകളെല്ലാം അവർ നിലവിലുണ്ടെങ്കിൽ അത് അമേരിക്കൻ കമ്പനികളാണ്. അതൊക്കെ അവരുടെ ഡിസിപ്ലിനിൽ അവർ കീപ്പപ്പ് ചെയ്ത് പോകുന്നവരാണ്. അപ്പം എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഇപ്പോൾ തന്നെ പിന്നെ ഈ സിനിമ തന്നെ നമ്മുടെ ഷാജി കൈലാസിൻ്റെ തന്നെ ഒരു ഹൊറർ സിനിമ, ഈ പെൺകുട്ടിയുടെ എന്താണ് ആ നടി, ഈ ഭാവനയുടെ പി രാധാകൃഷ്ണൻ ഷൂട്ട് ചെയ്തു. നല്ല സിനിമയാണത്. ഇറങ്ങിയ നല്ല ഹിറ്റാവേണ്ട സിനിമയാണ്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഷൂട്ട് ചെയ്തെല്ലാം കഴിഞ്ഞ് സാമ്പത്തികം നല്ല രീതിയിൽ ചിലവാക്കിയിട്ട് ഇനി അത് OTT ഒന്നും ആരും എടുക്കുന്നില്ല. ഭാവനയുടെ പേരിൽ ഈ ഇങ്ങനെ ഒരു ഈ അലിഗേഷൻ കേസ് കിടക്കുന്നതിൻ്റെ പേരിലാണെന്നാണ് ഞാൻ അറിഞ്ഞത്. എനിക്കറിയില്ല. ഇതൊക്കെ ഓരോരുത്തർ പറയുന്ന കാര്യങ്ങളാണ് എനിക്കറിയാവുന്നത്. ഞാനത് ഇങ്ങനെ ഓരോരുത്തർ പറയുന്നത് കേട്ട് പഠിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് വലിയ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ദിലീപിൻ്റെ സിനിമകളൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകുന്നതുകൊണ്ട് ഭയങ്കര വിഷയങ്ങളാണ്. ഈ കേസ് അങ്ങ് തീർക്കുന്നുമില്ല. ഇതിനകത്തൊക്കെ ഒരുപാട് കോക്കസ് കളിക്കുന്നുണ്ട്. ഒരുപാട് പേര് ഇതിനകത്ത് നന്നായിട്ട് കളിക്കുന്നുണ്ട്. അത് ദിലീപ് എൻ്റെ അടുത്തൊരു ദിവസം പറഞ്ഞിട്ടുണ്ട്. ദിലീപ് ഇവിടെ വന്ന് ഹോട്ടലിൽ വന്ന് 2-3 പ്രാവശ്യം ഇവിടെ വന്ന് താമസിച്ചായിരുന്നു. കാര്യം ഒരു ദിവസം ഈ കേസ് നടക്കുന്ന സമയത്ത് ഗണപതി അമ്പലത്തിൽ അതിന് എനിക്ക് എൻക്വയറിയൊക്കെ വന്നിരുന്നു. എന്നെ പിന്നെ ഇവിടുത്തെ കൊച്ചി ക്രൈംബ്രാഞ്ച് SP എന്നെ വിളിക്കുകയൊക്കെ ചെയ്തായിരുന്നു. കാര്യം ഞങ്ങൾ ഇങ്ങനെ ഫോണിൽ കൂടെ വിളിക്കുന്നത് പറഞ്ഞുകൊണ്ട് എന്നെ വിളിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ വേറൊന്നുമല്ല, പുള്ളി എൻ്റെ ഒരു സുഹൃത്താണ്, എനിക്ക് നല്ല പരിചയമുണ്ട്. ഇവിടെ വന്ന് താമസിച്ചതിന് വേണ്ടി അവിടെ കോട്ടയം DYSP ഇവിടെ വന്ന് എൻക്വയറിയൊക്കെ നടത്തിയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ ഈ ഒരു സുഹൃത്ത് ബന്ധമുള്ളൂ. അപ്പം നമ്പർ ട്രേസ് ചെയ്യുന്നുണ്ട് എല്ലാ വിളിക്കുന്നവരുടെയും. അപ്പോൾ ആ SP-ക്ക് എന്നെ അറിയാമായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വെച്ചാൽ അമ്പലക്കര ബൈജു ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഓക്കെ, കുഴപ്പമില്ല, ഇതിങ്ങനെ നമ്പർ ഫാൻസി നമ്പർ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് വിളിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം എന്തെങ്കിലും പ്രൊഡ്യൂസർമാർക്ക്, സാർ ഉൾപ്പെടെയുള്ള പ്രൊഡ്യൂസർമാർക്ക് ദിലീപിന് പടം എടുക്കാൻ ഒരു താല്പര്യക്കുറവുണ്ട്, സത്യമല്ലേ? താല്പര്യക്കുറവെന്ന് പറഞ്ഞാൽ താല്പര്യക്കുറവൊന്നുമില്ല. പക്ഷെ എന്നാലും ആ പടം പഴയതുപോലെ ആ ഒരു ഡിമാൻഡിലേക്ക് അങ്ങോട്ട് കയറി വരുന്നില്ല. അത് ചിലപ്പം കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറുമായിരിക്കും. കാര്യം അതിപ്പോൾ ആ സമയത്തിൻ്റെ ആ കേസ് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ്. ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോഴും പടം ഓടും, പക്ഷേ ഈ ഇതൊന്നും പിന്നെ എൻ്റെ ഈ OTTയും മറ്റേ സാറ്റലൈറ്റും ഒക്കെ വിറ്റുപോകാൻ ഭയങ്കര പാടാണ്. പെണ്ണുങ്ങൾക്ക് ഒരു ആകർഷണം ഉള്ളിൽ കാണും അല്ലേ? കുറച്ച് പേർക്കൊക്കെ ഉണ്ടാവുമല്ലോ. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ കേസിൻ്റെ കാര്യം പിന്നെ കഴിഞ്ഞതിന് ശേഷമല്ല നമുക്ക് പറയാൻ പറ്റും. കേസ് വെറുതെ പോയി കഴിഞ്ഞാൽ അയാൾ നിരപരാധിയാണെന്നുള്ള എല്ലാവർക്കും മനസ്സിലാവും. ശിക്ഷിക്കുകയാണെങ്കിൽ അത് പിന്നെ ശിക്ഷിക്കുന്നത് ചിലപ്പം കുറ്റക്കാരനായിരിക്കത്തില്ല. എത്രയോ നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നു. അതേപോലെ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും അത് അയാൾ കുറ്റക്കാരനായിട്ട് മാറും. പിന്നെ പുള്ളിയുടെ ലൈഫേ പോകാനാണ് ചാൻസ്. ശിക്ഷിക്കാതിരിക്കട്ടെ എന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാര്യം ഇതേപോലെയൊക്കെ ഞാനും ഒരു കേസിൽ പെട്ടതാ പണ്ട്.
അപ്പോൾ എനിക്ക് ഞാൻ അനുഭവിച്ച പീഡനങ്ങളും വേദനയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. നിരപരാധിയായി ഞാൻ അനുഭവിച്ചിട്ടുള്ള വേദന എന്ന് പറയുന്നത് ഇതാണ്. നമ്മളിപ്പോൾ ഒരാളെ എന്തെങ്കിലും ഒരു ചെയ്യാൻ എന്തെങ്കിലും വിരട്ടാൻ ഏൽപ്പിച്ചാൽ ഇവന്മാർ വിരട്ടാൻ വെച്ചാൽ പറഞ്ഞാൽ അവർ പോയി അടിക്കാൻ പറഞ്ഞാൽ അവർ വെട്ടും. അങ്ങനെയുള്ളൊരു കാലമാണ്. അപ്പോൾ അങ്ങനെ എന്തോ സംഭവിച്ച് വൃത്തികെട്ട രീതിയിൽ കൂടെയൊക്കെ എന്തോ ആ ബസ്സിനകത്ത് ആ വണ്ടിക്കകത്ത് വെച്ച് കാണിച്ചു. അതിൻ്റെ വീഡിയോ ഒരുത്തനെ കൊണ്ട് കൂട്ടുകാരനെ കൊണ്ട് ഇടിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ആ വീഡിയോ അവസാനം DGP കൊണ്ടുവന്ന് പിന്നെ നമ്മുടെ പിണറായി CM-നെ അദ്ദേഹത്തിന് പിണറായി സാഹിബിനെ കാണിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. മാത്രമല്ല ഒരുപാട് അയാൾ ഈ ദിലീപ് അതങ്ങനെ ഒരിക്കലും ചെയ്യിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ദിലീപിന് അങ്ങനെ ഒരിക്കലും ഇങ്ങനൊന്നും ചെയ്യാനൊന്നും ദിലീപ് പറഞ്ഞ് കാണത്തില്ല. ദിലീപ് ഒന്ന് വിരട്ടാൻ മാത്രം ചിലപ്പോൾ പറഞ്ഞ് കാണുമായിരിക്കാം. ഇനി ഒരു തിരിച്ചുവരവായി. കാര്യം ഒരുപാട് നടന്മാരായിപ്പോയി. പൃഥ്വിരാജൊക്കെ നല്ല സജീവമായിപ്പോയി. ടൊവിനൊക്കെ ഒരുപാടുണ്ട്. ഇനിയിപ്പോൾ അവർക്ക് മേളിൽ പോലും പാടായിരിക്കും അല്ലേ ദിലീപിന്? ഇത്രയും നടന്മാർ അങ്ങനെയല്ല, അതൊക്കെ മാറി വരാം. അങ്ങനൊന്നും പറഞ്ഞ കാര്യം. ഈ കേസൊക്കെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം ജനം അങ്ങ് മറക്കുന്നേ. പണ്ടത്തെ പോലൊന്നും അല്ലത്. ഇതിപ്പോൾ ഇന്നൊരു പ്രശ്നം, നാളെ ഒരു പ്രശ്നം. ഇന്ന് ആൾക്ക് ഇതൊന്നും തല കൊണ്ടടക്കാനൊന്നും സമയമില്ല. 100 ആയിരക്കണക്കിന് ഒരേ പ്രശ്നങ്ങളാണ് നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത്.